pain is temporary. Your story is not finished. Some days you survive. Some days you shine. Both matter. One day this struggle will make sense. നിശബ്ദമായിരുന്ന നിമിഷങ്ങൾക്കപ്പുറം വീണ്ടും ഒരു പ്രകാശം തെളിയുന്നു. നീണ്ട 4 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഓർമ്മകളും സംഗീതവും വീണ്ടും ജീവിക്കാൻ തുടങ്ങിയാണ്. ഇത് BTSന്റെ ഒരു കംബാക്ക് മാത്രമല്ല, ഇതൊരു വികാരമാണ്, ഒരു പുതിയ തുടക്കമാണ്. സ്വാഗതം ബഡ്സ് ഓൺ ബൈ വിദ്യ. ഈ കഴിഞ്ഞ മാർച്ച് 20 BTS അവരുടെ കംബാക്ക് ആൽബമായിട്ടുള്ള ആരിറാങ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആൽബത്തിലെ കംബാക്ക് സിംഗിളിന് സ്വിം എന്നാണ് അവർ പേര് നൽകിയിരിക്കുന്നത്. മിലിറ്ററി സേവനം പൂർത്തിയാക്കിയതിനു ശേഷം BTSും അവരുടെ കരിയറുമായി മുന്നോട്ട് തുടരുകയാണ് എന്നൊരു സന്ദേശം കൂടെ ഈ മ്യൂസിക് വീഡിയോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 വർഷ കാലയളവിന് ശേഷം BTSലെ 7 അംഗങ്ങളും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ആരിറാങ് എന്ന് പേരിട്ടിരിക്കുന്ന അവരുടെ പുതിയ ആൽബത്തിലെ ആദ്യത്തെ സിംഗിളായിട്ടുള്ള സ്വിം എന്ന മ്യൂസിക് വീഡിയോയിലൂടെ തിരിച്ച് അവരുടെ കരിയറിലേക്ക് ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഈ ആൽബത്തിന്റെ പ്രസ് റിലീസിൽ പറഞ്ഞതിങ്ങനെയാണ്: ജീവിതമാകുന്ന കടലിലെ പ്രശ്നങ്ങളാകുന്ന തിരമാലകളുടെ എല്ലാം നീന്തിക്കടന്ന് മുന്നോട്ട് നീങ്ങണം എന്ന ഡയറക്റ്റ് മീനിങ് തന്നെയാണ് ഈ മ്യൂസിക് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന തിരമാലകളെല്ലാം പ്രതിരോധിക്കാൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എല്ലാവരും അവരവരുടേതായ വേഗതയ്ക്കനുസരിച്ച് കഴിവിനനുസരിച്ച് മുന്നോട്ട് നീന്തുക എന്നൊരു സാധ്യത കൂടെ അവിടെ ഉണ്ട് എന്നുകൂടെയാണ് ഈ വീഡിയോ പറയുന്ന സന്ദേശം. BTS മെമ്പേഴ്സും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവരുടെ ലൈഫിലെ സാധ്യതകളുമായി അവർ മുന്നോട്ട് പോകാൻ തുടങ്ങിയാണ്. ആൽബത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ജിമിൻ പറഞ്ഞതിങ്ങനെയാണ്: സ്വിം എന്ന ഈ ഒരു മ്യൂസിക് വീഡിയോ BTS മെമ്പേഴ്സ് ഇപ്പോൾ അവരുടെ കരിയറിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നും അവരുടെ കരിയറിൽ വീണ്ടും തുടരേണ്ടതിന്റെ പ്രതിബദ്ധതയെ പറ്റിയുമാണ് എന്നതാണ്. BTSന്റെ ന്യൂ ആൽബമായിട്ടുള്ള ആരിറാങ് എന്നത് ഡീപ് ഇമോഷൻസിനെയും റൂട്ട്സിനെ പറ്റിയുമാണ് പറയുന്നത്. എന്നാൽ അതിലെ സിംഗിളായിട്ടുള്ള സ്വിം എന്ന് പേരിട്ടിരിക്കുന്ന മ്യൂസിക് വീഡിയോ പ്രസന്റിനെ പറ്റി, അതായത് ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതിനെ പറ്റിയാണ് പറയുന്നത്. നിലയ്ക്കാത്ത ഒഴുക്കിനെ പോലെ ഞങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. അതിൻ്റെ തുടക്കമാണ് സ്വിം എന്ന ഈ മ്യൂസിക് വീഡിയോ. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഫ്യൂച്ചർ ഡ്രീംസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു സോങ് നിങ്ങളെല്ലാവരും കാതോർക്കുമല്ലോ എന്നാണ് സ്പോട്ടിഫൈയിൽ ഫാൻസിനോടായി ജിമിൻ പറഞ്ഞത്. BTS പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വിം എന്ന ഈ ഒരു സോങ് ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഓരോ നിമിഷവും അതുപോലെ തന്നെ സ്വീകരിച്ച് ചെറിയ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാൻ ഈ ഒരു സോങ് നിങ്ങൾക്ക് പ്രചോദനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതാണ്. ഈ സോങ് നിങ്ങൾ വീണ്ടും കേൾക്കുമ്പോഴും കൂടുതൽ ആശ്വാസം നൽകുന്നതായി തോന്നും. അതിനാൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ പോകുന്നവർക്കായി ശക്തി നൽകുന്ന ഒരു ഉറവിടമാകട്ടെ ഈ സോങ്. തലമുറകളിലൂടെ ആളുകളിലൂടെ കടന്നു വന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന ജനപ്രിയ കൊറിയൻ ഫോക്ക് സോങ് ആയിട്ടുള്ള ആരിറാങ്ങിനെ പോലെ സ്വിം എന്ന ഈ ഒരു മ്യൂസിക് വീഡിയോയും ജനങ്ങളുടെ ഹൃദയത്തോട് ഒരുപാട് കാലം ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു 600 വർഷം പഴക്കമുള്ള പാരമ്പര്യ കൊറിയൻ ഫോക്ക് സോങ് ആണ് ആരിറാങ്. ഇത് കൊറിയയുടെ സാംസ്കാരിക പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദുഃഖം, സഹനം, പ്രതീക്ഷ എന്നിവയുടെയൊക്കെ ഒരു മിശ്രണമാണ് ഈ പാട്ടുകളിലൂടെയൊക്കെ പറഞ്ഞു പോകുന്നത്. 1910, 1945 കാലഘട്ടത്തിലെ കൊറിയയിലെ കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള പ്രതിരോധമായിട്ടൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഒളിമ്പിക് ഈവൻസിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. 1896 7 കൊറിയൻ സ്റ്റുഡൻസ് വാഷിംഗ്ടണിലെ ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിരുന്നു. അവരാണ് ആരിറാങ് ഫോക്ക് സോങ്ങിന്റെ ആദ്യത്തെ ഓഡിയോ വേർഷൻ റെക്കോർഡ് ചെയ്തത്. അതുപോലെ BTSലെ 7 അംഗങ്ങളും കൊറിയയുടെ ഐഡന്റിറ്റി ലോകത്താകമാനം വിളിച്ചോതാൻ സഹായിച്ചവരാണ്. ആരിറാങ് ആൽബത്തിൽ BTSലെ 7 അംഗങ്ങൾ 1896 വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള ആ 7 വിദ്യാർത്ഥികളെയും കൊറിയയുടെ പാരമ്പര്യത്തെയും പഴമയെയും എല്ലാം സൂചിപ്പിക്കുന്നു എന്നുകൂടെ പറയാം. വി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഫാൻസ് ഒരിക്കലും ഒറ്റയ്ക്കല്ല. ആർമീസിന്റെ വളരെ അടുത്തുകൂടെ തന്നെയാണ് BTSും അവരുടെ ലൈഫ് മുമ്പോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആറും പറഞ്ഞത് ഈ മ്യൂസിക് വീഡിയോ ഒരു പ്രതിഫലനമാണ് എന്നതാണ്. ജീവിക്കാനുള്ള ഇഷ്ടത്തിന്റെ മറ്റൊരു പ്രതിഫലനം.
ഈ മ്യൂസിക് വീഡിയോ തുടക്കത്തിൽ തന്നെ കയ്യിലെ കോമ്പസ് നോക്കി മുകളിലേക്ക് ഓടിക്കയറി നിൽക്കുന്ന ഒരു ലേഡി ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ലിലി റെയിൻഹാർട്ട് എന്ന ഒരു ആക്ട്രസ് ആണ് ഈ ലേഡി. BTSന്റെ ഫാൻ ബേസ് ആയിട്ടുള്ള ആർമീസിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു ലേഡി ക്യാരക്ടർ. ജീവിതത്തിലെ ചാലഞ്ചസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആർമീസിനെ വാച്ച് ചെയ്ത് അവരും നമുക്കൊപ്പം മുൻപോട്ട് നീങ്ങുകയാണ്. വെറും ഒരു ലേഡി ക്യാരക്ടർ എന്നതിലുപരി BTSന്റെയും അവരുടെ ഫാൻസിന്റെയും ഉള്ളിലെ വികാര ദൗർബല്യങ്ങളും ആകാംക്ഷയും ആശങ്കകളും പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ലേഡി ക്യാരക്ടർ. ഇനി നമുക്ക് മ്യൂസിക് വീഡിയോയുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. MVയുടെ തുടക്കത്തിൽ ലേഡി ക്യാരക്ടറിന്റെ കയ്യിൽ ഒരു കോമ്പസ് കാണും. അതിലെ നീഡിൽ വൈബ്രേറ്റ് ചെയ്ത് ഏതോ ഒരു ഡയറക്ഷൻ കാണിക്കുന്നു. അവിടേക്ക് സ്റ്റെപ്സ് ഓടിക്കയറുന്ന ആ ലേഡി നേവി മ്യൂസിയം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്ന ഷിപ്പുകളുടെ മോഡലുകൾ കാണുന്നു. അതിൽ തന്നെ വളരെ പഴയതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഷിപ്പിന്റെ മോഡലിൽ അവൾ കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. അവിടെ നിന്ന് അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആരി റാങ് എന്നു പേരുള്ള ഏകദേശം അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ഷിപ്പ് കാണിക്കുന്നു. അതിലൊരു ഫ്ലാഗ് ഉണ്ട്. ജങ്കുക്കിന്റെ ഐഡിയയിൽ ഉണ്ടായിട്ടുള്ള ആരി റാങ് ആൽബത്തിന്റെ ലോഗോ ആണത്. പിന്നീട് ജങ്കുക്ക് കടലിലേക്ക് നോക്കി ആരെയോ തിരയുന്നു എന്നൊരു മുഖഭാവത്തിലിരിക്കുന്ന കാണാം. ശേഷം ജിമിനെ കാണിക്കുന്നു. രണ്ടുപേരും ഈ സമയത്ത് സ്വിം എന്ന് തന്നെയാണ് മ്യൂസിക് വീഡിയോയിൽ പാടിയിരിക്കുന്നത്. ശേഷം ജങ്കുക്ക് ഷിപ്പിന്റെ ജർമ്മൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന നാവിഗേഷൻ മീറ്ററിൽ ഇൻഡിക്കേറ്റർ ഫോറസ് ഫുൾ എന്ന ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് ജർമ്മൻ ഭാഷയിൽ ഇതിന്റെ അർത്ഥം എഹെഡ് അഥവാ ഫുൾ സ്പീഡിൽ മുന്നോട്ട് എന്നാണ് അർത്ഥം. അതായത് ഈ ഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, മുൻപോട്ട് തന്നെ പോകുന്നു എന്ന്. ആ സമയത്ത് തന്നെയാണ് ഐ ജസ്റ്റ് വാണ്ട് ഡൈ എന്ന് ഈ മ്യൂസിക് വീഡിയോയിൽ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ ജിൻ ആറമിനൊരു പേപ്പർ പീസ് നൽകുന്നു. അതിൽ കുറച്ച് ഡോട്ട്സും ഡാഷസും കാണാം. ആറം ഒരു വിന്റേജ് ലുക്കിലുള്ള ഒരു ടെലഗ്രാഫിൽ ആ കോഡ് എൻ്റർ ചെയ്യുന്നു. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മോഴ്സ് കോഡ് മെസ്സേജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഈ ടെലഗ്രാഫ്. അക്ഷരങ്ങൾക്ക് പകരം ഡോട്ട്സും ഡാഷസും കൊണ്ടുള്ള ഒരു കോഡാണ് ആ കാലത്ത് വിദൂര ആശയവിനിമയങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. അതാണ് മോഴ്സ് കോഡ്. ഇനി ജിൻ ആറമൻ നൽകിയ പേപ്പറിൽ ഒരു കോഡ് കാണിക്കുന്നുണ്ട്. എ വെച്ച് ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നോർമൽ എന്നാണ് ഈ കോഡ് ഡീകോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് ആരി റാങ് ആൽബത്തിലെ BTSന്റെ മറ്റൊരു സോങ് ആണ്. നോർമൽ എന്ന ഈ ഒരു സോങ് മാർച്ച് 20 റിലീസ് ചെയ്തിരുന്നു. ഇനിയും ആരി റാങ് ആൽബത്തിൽ 14 ട്രാക്സുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ സ്വിം, ബോഡി ടു ബോഡി, ഹൂളിഗൺ, ഏലിയൻസ്, FYA 2.0, നമ്പർ 29, മെറി ഗോ റൗണ്ട്, നോർമൽ, ലൈക്ക് ആനിമൽസ്, ഇൻടു ദ സൺ, ദേ ഡോണ്ട് നോ അബൌട്ട് അസ്, വൺ മോർ നൈറ്റ്, പ്ലീസ് എന്നിവയാണ് അവ. വീണ്ടും വീഡിയോയിലേക്ക് വരാം. നോർമൽ എന്ന ഈ മോഴ്സ് കോഡ് ആറം ടെലഗ്രാഫിൽ പ്രസ് ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ ലേഡി ക്യാരക്ടർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ കാണിക്കുന്നു. ഇനി അവരുടെ കഴുത്തിലൊരു മാല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ പറയാം. അതായത് BTS തന്റെ ഫാൻസിന് ഒരു സന്ദേശം അയക്കുന്നത് പോലെയാണ് ആറം ടെലഗ്രാഫിൽ ആ കോഡുകൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ലേഡി ക്യാരക്ടർ ഉണരുന്നത്. അതേ സമയത്ത് അവൾ അടുത്തുള്ള ഒരു ബുക്കിൽ സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ പേരും നോർമൽ എന്ന് തന്നെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എവിടെയോ ഉള്ള BTS മറ്റെവിടേക്കുള്ള ആർമീസിന് നൽകുന്ന സന്ദേശം പോലെയാണ് ആറും ടെലഗ്രാഫിൽ നോർമൽ എന്ന കോഡ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ആർമിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലേഡി ക്യാരക്ടർ ഉണരുന്നത്. ഇനി ഈ മ്യൂസിക് വീഡിയോയുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള അർത്ഥം നോക്കാം. എല്ലാം മാറിപ്പോയെങ്കിലും ഞാൻ ഈ ഭ്രാന്തമായ ലോകത്തിൽ തന്നെ വീണ്ടും ഉണരുന്നു. ഈ മാപ്പിൽ എനിക്ക് ശാന്തമായി ഒന്ന് ശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറയാമോ എന്ന് ആറും ചോദിക്കുന്നു. ഈ ഭ്രാന്തമായ ലോകത്തിൽ ഞാൻ നല്ലവനായി കാണപ്പെടുന്നുണ്ടെങ്കിലും എങ്ങനെ പെരുമാറണം എന്നെനിക്കറിയില്ല. ഒന്നും ചിന്തിക്കാതെ ഇവിടെ ചന്ദ്രനും സ്രാവുകൾക്കുമൊപ്പം ഇത്തരം രാത്രികളിൽ എല്ലാം മറന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എളുപ്പമായ ഈ ഒരു കാര്യത്തെ വളരെ ബുദ്ധിമുട്ടാക്കി മാറ്റരുത്. വെള്ളം വളരെ ആഴത്തിലാണെങ്കിലും ഇനി ഞാൻ പേടിച്ച് പിന്മാറില്ല. കടൽ തീരത്തിരുന്നു കൊണ്ട് തന്നെ ഈ കടലിനെ മുഴുവൻ നേരിടാൻ ഞാൻ തയ്യാറാണ്. വലിയ തിരകൾ വരുന്നത് എനിക്കറിയാൻ സാധിക്കുന്നു. എന്തിനാണ് അതിൽ നിന്നും ഓടിപ്പോകുന്നത്? അവയ്ക്കൊപ്പം ഓടാമല്ലോ. ഞാൻ സ്വയം നീന്തി അതിരുകൾ കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ സമയത്തെ പിന്തുടരേണ്ടതില്ല. വരുന്നതെല്ലാം തന്നെ ദുഃഖമായിരിക്കില്ല. ഞാൻ ആഴത്തിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഈ വരികളുടെ മീനിങ്. ജീവിതം ഒരു കടൽ പോലെയാണെന്നും പേടിച്ച് തിരിഞ്ഞോടാതെ അതിലേക്ക് ആഴ്ന്നിറങ്ങി എല്ലാ പ്രതിസന്ധികളിലൂടെയും നമ്മൾ മുന്നേറണം എന്നുകൂടെയാണ് ഈ പാട്ടിലുടനീളം പറയുന്നത്. ആറമിനെ കാണിക്കുന്ന സീനില്
ആരം ഒരു നോട്ടിക്കൽ ചാർട്ട് നോക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ 7 എന്നെഴുതിയിരിക്കുന്ന ലെറ്റേഴ്സുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർ മാപ്പ് പോലെ കാണാം. അത് BTSലെ 7 അംഗങ്ങളെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അവർ കടന്നു വന്ന വഴികൾ, ഇനി പോകാനുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഡയറക്ഷൻ എന്നൊക്കെ ആയിരിക്കാം ഈ ലൈൻസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സ്റ്റാർ മാപ്പിലൂടെ അവർ ഉദ്ദേശിച്ചത്. ഇതിലെ BTS ഫാൻസിനെ പ്രതിനിധീകരിക്കുന്ന ലേഡി ക്യാരക്ടറിന് BTSന്റെ സാന്നിധ്യം അറിയുകയും ആ സന്തോഷം അവരുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്യുന്നു. ആർമീസിന്റെ ലൈഫിലെ പ്രതിസന്ധികളെല്ലാം BTS മെമ്പേഴ്സ് കാണുന്നതായിട്ടും അവരെ അദൃശ്യമായി ഗൈഡ് ചെയ്യുന്നതായിട്ടും ഈ മ്യൂസിക് വീഡിയോയിൽ കാണാം. ഈ ലേഡി ക്യാരക്ടറിന് BTSനെ നേരിട്ട് കാണാനോ സ്പർശിക്കാനോ സാധിക്കാത്തതുപോലെ അവരുടെ ഫാൻസിനും അവരെ നേരിട്ട് കാണാനും സ്പർശിക്കാനും സാധിച്ചില്ലെങ്കിലും അവരുടെ മ്യൂസിക്കിലൂടെ അവരുടെ ഫാൻസിനോട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നീന്തു എന്നാണ് BTS മെമ്പേഴ്സ് ഈ പാട്ടിലൂടെ പറയുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കാം എന്നിവിടെ പറയുന്നു. ഈ ഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടി BTSലെ മെമ്പേഴ്സും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ലേഡി ക്യാരക്ടർ സന്തോഷത്തിൽ ഡാൻസ് ചെയ്തിട്ട് ഇടയ്ക്ക് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആർമീസിന്റെ ലൈഫിലെ പ്രതിസന്ധി ഘട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവിടെ വെച്ച് മ്യൂസിക് സ്റ്റോപ്പ് ആവുകയും ബാക്ക്ഗ്രൗണ്ടിൽ സ്വിം സ്വിം എന്ന് മാത്രം വളരെ പതിയ സ്വരത്തിൽ അവൾക്ക് കേൾക്കുന്നതുമായിട്ട് ഈ മ്യൂസിക് വീഡിയോയിൽ കാണിക്കുന്നു. അതായത് മറ്റെവിടെയോ ഇരുന്ന് ഓരോ ഫാൻസിനോടും ഏത് പ്രശ്നത്തിലും BTS മുന്നോട്ട് നീന്തു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് അവൾ എഴുന്നേൽക്കുകയും ജീവിതമാകുന്ന കടൽ നീന്തി കിടക്കാൻ തന്നെ തീരുമാനിച്ച് ഓടാൻ തീരുമാനിക്കുന്നു. പോകുന്ന വഴികളിലെല്ലാം BTSന്റെ പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അവളോട് നീന്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൾക്ക് ലൈഫ് ആകുന്ന കടൽ നീന്താനുള്ള ധൈര്യം ലഭിക്കുന്നു. കഴുത്തിൽ കിടക്കുന്ന ആ മാല പൊട്ടിച്ച് അവൾ ധൈര്യത്തോടെ കടലിലേക്ക് ചാടി നീന്താൻ തയ്യാറെടുക്കുന്നു. അതേ മാലയിൽ തന്നെയാണ് ഈ മ്യൂസിക് വീഡിയോ തുടങ്ങുമ്പോൾ കാണിക്കുന്ന കോമ്പസും ഉള്ളത്. ഇനി അവൾക്ക് ദിശയറിയാനുള്ള കോമ്പസ് വേണ്ട. അവൾക്കുള്ള ധൈര്യം BTS നൽകിയിരിക്കുന്നു. അങ്ങനെ അവൾക്ക് ധൈര്യത്തോടെ കടലാകുന്ന ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നീന്താൻ സാധിച്ചു എന്ന് നമുക്ക് ഈ മ്യൂസിക് വീഡിയോയിലെ ലാസ്റ്റ് ഭാഗത്ത് കാണാം. കാരണം അവളുടെ ഡ്രസ്സിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടെ കയ്യിൽ നേരത്തെ പൊട്ടിച്ചു വെച്ച സ്വിം എന്നെഴുതിയ ലോക്കറ്റുള്ള മാലയും കാണാം. അതേ മാലയിലാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ള കോമ്പസും ഉള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ ലൈഫിലെ പ്രതിസന്ധികളെ നേരിടാനാവാതെ വിഷമിക്കുന്ന ആർമിയാണ് ഈ ലേഡി ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്. അവസാനം അതേ കോമ്പസും പിടിച്ചുകൊണ്ട് അതേ ഷിപ്പിൽ നോക്കി ചിരിക്കുന്ന ആർമിയെ, അതായത് പുറത്തൊരു ലോകമുണ്ടെന്നും ലൈഫിലെ തിരമാലകളാകുന്ന പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് നീന്താൻ ധൈര്യം ലഭിച്ച ആർമീസിനെയുമാണ് ആ ലേഡി ക്യാരക്ടർ സൂചിപ്പിക്കുന്നത്. സ്വിം എന്നത് ഒരു പാട്ട് മാത്രമല്ല, ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. നമ്മളെല്ലാവരും ഒരു ഭ്രാന്തമായ ലോകത്താണ് ജീവിക്കുന്നത്. പ്രശ്നങ്ങളും ആശങ്കകളും സമ്മർദ്ദങ്ങളും നിറഞ്ഞൊരു ലോകം. പക്ഷേ ഈ പാട്ട് പറയുന്നത് ഒറ്റ കാര്യം മാത്രം: സ്വിം, മുന്നോട്ട് നീന്തുക. ഭയപ്പെട്ടാലും തളർന്നാലും ഒറ്റപ്പെട്ടതായി തോന്നിയാലും നിൽക്കരുത്, നീന്തുക, മുൻപോട്ട് പോവുക. വെള്ളത്തിന് നല്ല ആഴമുണ്ട്, തിരമാലകൾ നല്ല ശക്തമാണ്, എന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നേറണം. ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് പറയുന്നത്. അണ്ടർ ഹിയർ വി ഡോണ്ട് ചേസ് ടൈം. ഇവിടെ സമയം നമ്മളെ പിന്തുടരുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ വേഗതയിൽ നമ്മുടേതായ ലോകത്താണ്. ഒന്നും ചിന്തിക്കാതെ ഭയപ്പെടാതെ ജീവിക്കുക. ഈ അവസരത്തിൽ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഒരു വാചകം നമുക്ക് ഓർമ്മിക്കാം: നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, ഇനി നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. കീപ് ഗോയിങ്, യുവർ ഫ്യൂച്ചർ സെൽഫ് ഈസ് വാച്ചിങ്.